ദേ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാ. പിടിച്ച് പിടിച്ച് ഈ തള്ളക്ക് എപ്പോഴും പിടിക്കേണ്ട പണി. ഈ തള്ള കുറക്കൊന്നുമില്ലേ? അത് പിന്നെ ഞങ്ങളൊന്ന് കാറ്റ് കൊണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. വല്ലാണ്ട് ഇവിടെ കിടന്ന് വീർപ്പ് മുട്ടും ആ ചൂടെടുത്തിട്ട്. കാറ്റ് കൊള്ളാൻ വേണ്ടി ടെറസിൽ പോയിരുന്നാ പോരെ. ഇവിടെ ഇങ്ങനെ ചുറ്റി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പുറത്തു പോവാൻ ഞാൻ സമ്മതിക്കില്ല. രണ്ട് മക്കളും പോയി കിടന്ന് ഉറങ്ങിക്കോ. രാത്രി 12 മണിക്കാ പുറത്തു പോകാൻ. നിങ്ങളുടെ ഒക്കെ പരിപാടിയൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വാർഡൻ ചേച്ചി, ഞങ്ങളൊന്ന് പുറത്തു പോയിക്കോട്ടെ. ഇന്നൊരു ദിവസത്തേക്ക് ആരോടും പറയണ്ട. എന്തോ ഇവിടെ ഇരുന്നിട്ട് വല്ലാണ്ട് ബോറടിക്കുന്നു. ഉറക്കൊന്നും വരുന്നില്ല. ഒറ്റൊരു മൂവി കണ്ടിട്ട് വരാം. 12:30 ഷോ. ഒന്ന് പൊക്കോട്ടെ പ്ലീസ്. മൂവി കാണാനാണോ ബാറിൽ പോവാനാണോ എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മക്കളിപ്പോൾ പോയി കിടന്നുറങ്ങിക്കോ. ഇവിടെ നിങ്ങളുടെ ഒരു തരികിടെ നടക്കത്തില്ല. ഇനി മൂവി കാണാനാണെങ്കിൽ തന്നെ ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഞങ്ങൾക്ക് പുറത്തൊക്കെ പോയിക്കോടെ ഒന്ന്. വാടാ നമുക്ക്. ഇവര് സമ്മതിക്കുന്ന പോലെയില്ല. ആ, ഒരു റൂമിൽ ഒരാളുടെ അത് ഒഴിവുണ്ട്. അപ്പോൾ വരാൻ പറ്റും. പിന്നെ ഇനി ആളെ ഒന്നും കൊണ്ടിവിടെ ചേർക്കല്ല കേട്ടോ. ഫുള്ളാണ്. ഒറ്റൊരാള് അത് മാത്രം മതി. പിന്നെ ഇവിടെയുള്ള പയ്യന്മാരൊക്കെ വല്ലാണ്ട് വഷളായി വരുക. ഇവർക്കൊക്കെ പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ സമ്മതിക്കണോ? എന്നെ പിന്നെ ഇവിടെ എന്തിനാ ഇങ്ങനെ സെക്യൂരിറ്റിനെ പോലെ ഇവിടെ ഇട്ടേക്കുന്ന വാർഡനെ പോലെ? എന്തായാലും ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ല. പണ്ടത്തെ വാർഡന്മാർ ചിലപ്പോൾ അതൊക്കെ സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയാണെന്ന് അവരാരും വിചാരിക്കണ്ട. പിന്നെ ഇനി ലോഡ് കണക്കിന് കുട്ടികളൊന്നും ഇങ്ങോട്ട് കെട്ടി കിടക്കണ്ട. നിങ്ങൾ കാരണം 2 കുട്ടികൾ കിടക്കുന്നിടത്ത് 3 ആക്കി 4 ആക്കി. എന്തുവാ ഇത്? ഇനി ഒരാളെ കൂടി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരാളെ മാത്രം. ഇനി പറ്റത്തില്ല. എടാ സമ്മതിച്ചില്ലേ? ആ പുതിയ തള്ള സമ്മതിച്ചില്ലേ? എവിടുന്ന് അവര് സമ്മതിക്കുന്നില്ലടാ. പണ്ടത്തെ ആ വയസ്സത്തി പോലത്തെ വാർഡന് എന്തൊരു ഭാവമായിരുന്നു. അവരൊക്കെ നമ്മളൊന്ന് കെഞ്ചിയാൽ തന്നെ എവിടെയൊക്കെ വിടുമായിരുന്നു. പിന്നെ അങ്ങ് ഉറങ്ങിപ്പോ. ഇതിന് ഉറക്കവും ഇല്ലടാ. ഇങ്ങനെ പോയാൽ നമ്മൾ ടെറസിൽ നിന്ന് ചാടേണ്ടി വരും. അല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയുമില്ല. നമ്മളൊക്കെ ദിവസം ബാറിലൊക്കെ പോയി അടിച്ചു പൊളിക്കുന്നതല്ലേ? അതും ആ ഒരു പ്രായമുള്ള സ്ത്രീയാകും. ഇത് നല്ലൊരു യങ് ലേഡിയാ. എന്തായാലും മഴക്കാണെങ്കിൽ കിടിലനാണ് കേട്ടോ. പക്ഷെ സ്വഭാവം വെച്ച് ഭദ്രകാളിയാന്ന് തോന്നുന്നു. എന്റെ പൊട്ടന്മാരെ, നിങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. ഇവിടെ 2 പേര് ഹോസ്റ്റലിൽ ചാടിപ്പോയി. അതറിയൂ? ആര്? വേറെ ആര്? ആ ജൂണിയും ചിന്നും. നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ ആ 2 പേര് ഹോസ്റ്റലിൽ ചാടിയത്. അപ്പം പിന്നെ ഇത് ഞാൻ എന്തായാലും വാർഡനെ അറിയിക്കും. അങ്ങനെ അവർ മാത്രം സൂചിച്ചിട്ട് വരണ്ട. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് ലാസ്റ്റ് അത് നിനക്ക് തന്നെ പാരയാവരുത്. അത്രേ പറയാനുള്ളൂ. ഇവിടെ എന്താ ബഹളം? നിങ്ങൾക്ക് ഉറക്കിയില്ലേ? നിങ്ങളിവിടെ വർത്തമാനം പറഞ്ഞിരിക്കാനാണോ വന്നത്? ഉറക്കിയില്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് പഠിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഇതൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ എൻ്റെ കണ്ണടയുള്ളൂ. മക്കളെ വേഗം ഉറങ്ങിയോ. ചേച്ചിനെ വെറുതെ ദേഷ്യം കൊടുപ്പിക്കണ്ട. നിങ്ങൾ എന്തൊരു വാർഡനാ? നിങ്ങൾ നല്ലപോലെ നോക്കാത്തതുകൊണ്ടല്ലേ 2 പേര് ഇപ്പം മതിൽ ചാടി പോയത്. ആ ജൂനിയും ജീനും എന്തായാലും സ്ഥലം വിട്ടിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ആകുമ്പോൾ രണ്ടിനെ നല്ല പോലെ ഒന്ന് എടുത്ത് കുടഞ്ഞോ. ഞങ്ങൾ പറഞ്ഞത് പറയണ്ടേ ഇനി. നാളെ തൊട്ട് ഒരവനുമാരും ഇവിടുന്ന് പുറത്തിറങ്ങില്ല. നോക്കിക്കോ. നിങ്ങൾക്കെല്ലാം നല്ല പണിഷ്മെന്റ് എല്ലാം ഞാൻ തരുന്നതാണ്. പിന്നെ നാളെ ഒരു നല്ലൊരു കുട്ടി ഇവിടെ വരും. പുതിയ കുട്ടി. അതിനെങ്കിലും നല്ലപോലെ ഇവിടെ നിർത്താൻ നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളായിട്ട് അതിനെ പിടിച്ച് വഷളാക്കരുത്. ഈ ജൂണി ജിന്ന് ഏതവനാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നലെ വന്നുകൊണ്ട്. എന്തായാലും അവന്മാരൊന്നും ഞാൻ കാണട്ടെ. ഇൻ കേസ് എനിക്ക് ലൂസ് മോഷൻ ആയെന്ന് വെച്ചോ, അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴും നിങ്ങൾ വിടത്തില്ലേ? ലൂസ് മോഷൻ ആയാൽ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് ഒഴുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇവിടെ തന്നെ ഒഴുക്കി വിട്ടാൽ പോവുകയൊക്കെ ചെയ്യും. നിനക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ ലീവും തരും. ലൂസ് മോഷനായിട്ട് ഇനി ക്ലാസ്സിൽ പോയിരുന്നാൽ പിന്നെ അത് മതി ബാക്കി പറയാം. എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഞാനൊരു അമ്മയെ പോലെ വരും. ഞാനില്ലാതെ നിങ്ങൾ എങ്ങോട്ടും പോകത്തില്ല. അപ്പം മക്കൾ വേഗം പോയി കിടന്നുറങ്ങിക്കോ. ഇനി ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഉറക്ക് കൂടി ഇവിടുന്ന് നെട്ടിക്കാണ്ടിരുന്നാൽ മതി. നീ എന്തിനാണ് ആ ചോദ്യം ചോദിച്ച ഈ സമയത്ത്? ഇനി നമ്മുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാവുമെന്നൊരു സംശയം. എന്തേ കുശുകാണ്ട് പോയി കിടന്നുറങ്ങിയേ? അവര് കാണാണ്ട് വേഗം കയറിക്കും. നമ്മൾ ഇന്നലെ രാത്രി മൊത്തം എവിടെയാന്ന് അവർ അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോന്ന് പറയും? ഇൻ കേസ് ആരെങ്കിലും പാര കൊടുത്തിട്ട്. ആ പിടക്കുരുവികളാണ് ഈ പറഞ്ഞ 2, ഈ ജൂണിയും ജിന്നും. അയ്യോ മിസ്സേ, സീനാക്കരുത്. എന്താ വെച്ചാ പറ്റിപ്പോയി. ഇനി ആവർത്തിക്കില്ല. ഇനി ഞങ്ങൾ വാർഡനോട് പറയാതെ എവിടെയും പോകത്തില്ല. പിന്നെ ഞങ്ങൾ കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം ആരോട് പറയരുത്. അല്ല, മിസ്സിനോട് ആര് പറഞ്ഞതാ? അല്ലെങ്കിൽ തന്നെ രാത്രി പോയിട്ട് രാവിലെ വരുന്ന നിങ്ങളെ ഞാൻ പിന്നെ വേറെന്ത് പറയാനാ? എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഈ
ബിയലോ ജിയലോ സ്ട്രൈറ്റ് എനിത്തിങ് ഞാനെല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ വാർഡൻ എന്ന ഞാൻ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനെ പുറത്തു വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒരു 1 വീക്ക് ഈ ഹോസ്റ്റലിൽ നിങ്ങൾ ഇരിക്കണ്ട. ഇവിടെ വെച്ച ഹണിമൂണ് പൊക്കും. എന്തുവാ ഇത്? ഇവിടെ ഞങ്ങൾ പൈസ കൊടുത്തന്നെ നിൽക്കുന്നത്. അപ്പം ഞങ്ങളൊരു 2 വീക്ക് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാനാ? രാത്രി മതിൽ ചാടിപ്പോയി രാവിലെ വരുന്നവരെ പിന്നെ ഞാൻ ഇവിടെ പൊറപ്പിക്കണമെന്നാണോ? എന്തായാലും എന്നെ കൊണ്ടത് പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കണം. പഴയ വാർഡനെയും ആലോചിച്ചുകൊണ്ട് രാത്രി ഇവിടെ കയറി ചുറ്റാന്നൊന്നും നിങ്ങൾ വിചാരിക്കട്ട. ഒരു 3 പേരൊക്കെ ഇന്നലെ ചുറ്റാൻ വേണ്ടി പോകാൻ എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ ഓടിച്ചു വിട്ടതാണ്. നിങ്ങൾ എന്നെ കണ്ണിപ്പെടാത്തോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ വേറെ ഹോസ്റ്റലിൽ തപ്പി മക്കൾ പോകേണ്ടി വരും. പിന്നെ പകുതി വൈകിട്ടിട്ട് പുതിയ ഹോസ്റ്റലിൽ വിട്ടാന്നൊക്കെ പറഞ്ഞാൽ അത് പാടായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അത് നടക്കത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഞാൻ ശ്രമിച്ചു, ഇനി ഞാൻ ക്ഷമിക്കില്ല. എക്സ്ക്യൂസ് മീ, റൂം ഞാൻ കാണിച്ചു തരാം. ഈ ലഗേജ് ഒക്കെ റൂമിൽ വെച്ചതിന് ശേഷം എന്നെ ഒന്ന് കാണാൻ വരണം. കുറച്ച് റൂളുണ്ട്, എനിക്ക് പറഞ്ഞു തരണം. ഏതായാലും മക്കൾ ഇവിടെ നിൽക്കല്ലേ. ഡജുണി, നിങ്ങളുടെ റൂമിലായവൻ ഇനി സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഒരാളുടെ വേക്കൻസി എന്തായാലും ഉണ്ടല്ലോ. ദേ ഇവരുടെ കൂടെ പൊക്കോ. ഓക്കെ. എൻ്റെ പൊന്നടാവേ, വേറെ ഹോസ്റ്റലൊന്നും കിട്ടിയില്ലേ? ഈ തള്ളച്ചി ഭയങ്കര സീനാ. അതിനെന്താ, മധുര ചാടിയ പോരെ? അതൊന്നും പറ്റത്തില്ല. ഞങ്ങൾ തന്നെ ഇവിടെ ഇന്നലെ രാത്രി പോയിട്ട് ഇന്ന് രാവിലെ വന്നതിനാണ് അവരുടെ വായത്തൊക്കെ കേട്ടത്. ഒരു 2 ആഴ്ചത്തേക്ക് ഞങ്ങളോട് പോകാനും പറഞ്ഞു. പിന്നെ എങ്ങനെ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടി. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഉറക്ക ഗുളിയൊക്കെ കൊടുത്ത് ഉറക്കാണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാനൊന്നും പറ്റത്തില്ല. അത്രക്ക് സീനായിരുന്നു. കണ്ടാ പറയൂലോ. കണ്ടാ പറയൂല, കൊണ്ടാ പറയും. അതാണ് അതിൻ്റെ കുട്ടൻസ്. ഇതൊക്കെ ആരാ? നിങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള റൂമിൽ തന്നെ. ഞാൻ ജിമ്മി, ഇത് യൂജി, ഇത് ഹോബി. പിന്നെ ആ 2 പേരും ഉണ്ടല്ലോ, അതായത് നിന്റെ റൂംമേറ്റ്. ഇവർ 2 പേരും കപ്പിൾസാണ്. എന്തായാലും അവരെ കണ്ണിലെ പാറ്റയായോ നീ എന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? എന്തായാലും ഞാൻ ഡിസ്റ്റർബ് ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. എനിക്ക് ഉറക്കമൊക്കെ 10 മണിയാകുമ്പോൾ തന്നെ വരും. നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഹോബീനെ അവരുടെ റൂമിൽ കൊടുക്കാം. നമുക്ക് ഇവനെ അങ്ങ് വാങ്ങാം. അതല്ല ജിമ്മി നല്ലത്. ഇവനാകുമ്പോൾ വേഗം ഉറങ്ങും. ഹോബി ആകുമ്പോൾ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ് ചിലച്ചോണ്ടിരിക്കും. ഓ ഗൈസ്, യൂട്യൂബ് ഞങ്ങളിവിടെ വന്നതിന് ശേഷം കപ്പിൾസ് ആയതൊന്നുമല്ല. മുമ്പ് തൊട്ടേ ആയിരുന്നു, പഠിക്കുമ്പോൾ തൊട്ടേ. പിന്നെ സീക്രട്ടായിരുന്നു. പിന്നെ ഒരുമിച്ചൊരു ഹോസ്റ്റലിൽ കിട്ടിയപ്പോൾ ഒരു റൂം കിട്ടി. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് ലിവിങ് ടുഗെദർ പോലെ ആയി. എന്തൊക്കെയാണെങ്കിലും നല്ല സുഖം. പക്ഷേ പിന്നെയാണ് ഇവർ ഈ 2 ആൾ മാറ്റിയിട്ട് 3 ആൾ, ഇനിയിപ്പോൾ 4 ആൾ വരുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഒരു റൂമിൽ 3 ബെഡുണ്ട്. ഇനി കുറച്ച് നേരം 4 ആൾക്കാരും വരും. ഈ കപ്പിൾസിൻ്റെ ഒക്കെ കണ്ണിൽ കരടായിട്ടൊക്കെ വീഴും. ഇവിടെ അധികം പിന്നെ കപ്പിൾസ് ഉണ്ട്. പേടിക്കണ്ട, നിനക്ക് വേണമെങ്കിൽ ഈ ഹോബിനെ ഞങ്ങളങ്ങ് സെറ്റാക്കി തരാം. ഞാനതിന് സ്ട്രെയിറ്റാ. ഇതല്ല ഇവന്മാർ ചുമ്മാ പറയാടാ. ഞാനും സ്ട്രെയിറ്റാ. അതല്ല ഞാനിപ്പോൾ എവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ആരെങ്കിലും പ്രേമിച്ചുകൂടായിരുന്നോ? അല്ല, ഇതാ ഇവനില്ലേ, ഈ യൂജി, ഇവനൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. അവളെൻ്റെ GF ആയിട്ട് വരും. പറയണ്ട വിഷമം. പക്ഷെ ഇവന്മാർ പുതിയ ആൾക്കാർ വരുമ്പോൾ എന്നെ ഇങ്ങനെ ഇട്ട് കളിയാക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയാണ്ടിരിക്കാം. ഡാ യൂജി, നീ എൻ്റെ അളിയനായിട്ട് വരും. ചുരുക്കി പറഞ്ഞ പ്രൂഫ് ഒന്നുമില്ല, കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പിന്നെ കുറച്ച് ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ നല്ല കപ്പിൾസാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് പ്രേമിച്ചത്. എൻ്റെ യൂജി, ഞാനും നീയും പരിചയപ്പെടുന്നതിൻ്റെ 2-3 വർഷം മുന്നേ ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. അതിൻ്റെ അർത്ഥം 10 വർഷം. എടാ ചിമ്മി, എൻ്റെ പെങ്ങളുടെ ജീവിതം വാങ്ങാണ്ടി. അവളുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ ആരുടെയാണോ അറിയോ? എൻ്റെത്. എൻ്റെ ഫോൺ ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അവളുടെ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ വാങ്ങിയത്. അവൾക്ക് ഐഫോൺ വേണമെന്ന് പോലും. നീ നിന്റെ പെങ്ങൾക്ക് വാങ്ങിക്കൊടുത്തിനോ? ഇല്ലല്ലോ. നിന്റെ കയ്യിലത്തെ ഐഫോൺ എടുത്തിട്ട് നീ അവൾക്ക് കൊടുത്തിനോ? ഇല്ലല്ലോ. ഇത്രയും നല്ല മനസ്കനായ എന്നെ വേറെ എവിടുന്ന് കിട്ടും? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കളിയാക്കൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു സീക്രട്ട് ആയിരുന്നു. ഇത്ര പെട്ടെന്ന് പൊളിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. 10 വർഷമായിട്ട് അടക്കി പൊടിച്ച മനസ്സിൻ്റെ ഒരു അടയാത്ത വാതിൽ. നിങ്ങളൊക്കെ ഭയങ്കര ഫണ്ണിയാണല്ലോ. എന്തായാലും ഞാൻ പോയിട്ടൊന്ന് വാർഡനെ കണ്ടിട്ട് വരാം. എന്തോ റൂൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വന്നോ? ചേച്ചി, റൂൾസ് പറയും. റൂൾസ് എന്ന് പറയാനായിട്ട് വലിയ റൂൾസ് ഒന്നുമല്ല. ഇവിടെ കിട്ടുന്ന ഫുഡ് അതെന്തായാലും വേസ്റ്റ് ആക്കാൻ പാടില്ല. വേസ്റ്റ് ആക്കാനാണെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാനും പാടില്ല. ഓക്കെ? പിന്നെ
നിങ്ങൾ കിടക്കുന്ന റൂം എപ്പോഴും നിങ്ങൾ ക്ലീൻ ആക്കിയിരിക്കണം. അത് ക്ലീൻ ആക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരാൾ വരുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. പിന്നെ ഈ ഓരോ കടലാസവും ഒന്നും ഇവിടെ പുറത്തൊന്നും ഞാൻ കണ്ടേക്കരുത്. ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കാണണം. എനിക്കത് മെയിനായിട്ട് പറയാനുള്ളൂ. പിന്നെ പറയാനുള്ളത് മെയിനല്ല, അതുക്കും മേലെ. ബട്ട് എന്നോട് ചോദിക്കാണ്ട് ഇവിടെ ഒരു കാര്യം നടക്കത്തില്ല. മെയിൻലി എന്തുണ്ടെങ്കിലും അതാദ്യം എന്നോട് തന്നെ ചോദിച്ചിരിക്കണം. പിന്നെ ഇവിടുന്ന് 12 മണി ശേഷം പുറത്തു പോകാൻ ആരും നോക്കണ്ട. 10 മണിയാകുമ്പോൾ ഇവിടുത്തെ ഗേറ്റ് ഞാൻ അടക്കുന്നതാണ്. പിന്നെ മതിൽ ചാടാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഒരിക്കൽ ഒരാൾ ചാടിയിട്ട് 2 ആഴ്ചത്തേക്ക് ഞാൻ ലീവ് കൊടുക്കാൻ വെച്ചതായിരുന്നു. ബട്ട് അവർ കെഞ്ചിയത് കൊണ്ട് ഞാൻ കൊടുത്തില്ല. സോ ഇനിയിപ്പം ആ രീതിക്ക് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ചാൻസ് ആർക്കും കിട്ടത്തില്ല എന്നർത്ഥം. ഒരു തവണ ഒരാൾ ചെയ്ത കുറ്റം എല്ലാവരും ചെയ്തതുപോലെയാണ് ഞാൻ കാണാം. സോ അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. നീ ഒരു നല്ല കുട്ടിയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നെ ആശംസിക്കുന്നു. ഇനി പോയി കിടന്ന് ഉറങ്ങിക്കോ, ക്ഷീണമുണ്ടാവും. മനസ്സിലായി. ഞാൻ നല്ല കുട്ടിയായിട്ട് തന്നെ ഇവിടെ ഇരുന്നോളാം. എനിക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല സത്യമായിട്ടും. പക്ഷെ ഒരു ഡൗട്ട് മാത്രമുണ്ട്. ഇൻ കേസ് നമുക്കിപ്പം അർജൻറ്റായിട്ട് 12 മണിക്ക് ശേഷം ലൂസ് മോഷൻ വന്നു, അപ്പം നമ്മൾ എന്തോന്ന് ചെയ്യും? ഈ എല്ലാ അവനുമാരും എന്താ ലൂസ് മോഷൻ പിടിച്ചളിക്കുന്നത്? എടാ 12 മണിക്ക് ശേഷം നിനക്കൊക്കെ ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ഒഴുകി വിട്ടാൽ മതി. ഇനി അഥവാ സീരിയസ് ആണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ. അല്ലാണ്ട് ഒറ്റയ്ക്ക് പോകാനോ എന്നെ പറ്റിക്കാനൊന്നും ആരും വിചാരിക്കണ്ട. നിങ്ങളുടെ ചുറ്റുപാട് മൊത്തം എൻ്റെ കണ്ണിലായിരിക്കും. അല്ല, നിങ്ങളെല്ലാവരും എൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. ഐ ആം യുവർ CCTV. ചിരിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു രോഗിയെ കണ്ട എനിക്ക് മനസ്സിലാവും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് കുറച്ച് ലിമിറ്റേഷൻ വെച്ചാൽ അതൊന്നും നടക്കത്തില്ല. ഓക്കെ, ലൂസ് മോഷൻ ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഫുഡ് തട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. സോ അതൊക്കെ അത്യാവശ്യത്തിന് മാത്രം തട്ടുക. ഓ ആയിക്കോട്ടെ, ശരി വാർഡൻ ചേച്ചി. ആക്ച്വലി എനിക്ക് 27 വയസ്സുണ്ട്. അത് അത്ര വലിയ പ്രായമാണോ ചേച്ചിന്ന് വിളിക്കാൻ മാത്രം? ഇവിടെയുള്ള എല്ലാ അവന്മാരും എന്നെ ചേച്ചി എന്നാണല്ലോ വിളിക്കുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടൊന്നും പറയത്തില്ല. എന്തായാലും അവരുടെ ചേച്ചി എന്നുള്ള വിളിയിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ വാർഡനമ്മ എന്ന് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മക്കൾ പോയി കിടന്നുറങ്ങിക്കാം കേട്ടോ മോനെ. കണ്ടാ പറയൂല ഇത്രയും വയസ്സുള്ള ആളാ ഇങ്ങനെ യങ്ങായിരിക്കുന്നെന്ന്. എന്തായാലും കൊള്ളാം, നല്ല സുന്ദരിയാണ്. ഒരു കെട്ട് കഴിഞ്ഞായിരുന്നു. ഐ ആം ഡിവോഴ്സ്ഡ്. ഉള്ളനാണോ? എന്താ പറ്റിയേ? എൻ്റെ മമ്മീനെ 18 വയസ്സിലാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അത് ഒരു നല്ലൊരാളുമായിട്ട്. അതാണ് എൻ്റെ പപ്പ. അതുപോലെയാണെന്ന് വെച്ചിട്ട് എൻ്റെ മമ്മി എന്നെയും 18 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പക്ഷേ എൻ്റെ പപ്പയെ പോലെ ഒരാളെയല്ല എനിക്ക് അന്നേരം കിട്ടിയത്. അങ്ങേരാണെങ്കിൽ ഒരു മുഴുകുടിയനായിരുന്നു. 24 ഹവേഴ്സ് എന്നെ തല്ലും. എന്നെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി അങ്ങനെ കൈ ഊങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ തല്ലാൻ വേണ്ടി മാത്രമാണ് എൻ്റെ നേരെ കൈ താക്കിയത്. എൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് സ്നേഹിക്കാൻ വേണ്ടിയല്ല, തല്ലാൻ വേണ്ടി മാത്രമായിരുന്നു. അങ്ങേരുടെ കമ്പനി സ്ട്രെസ്സൊക്കെ മറക്കാൻ വേണ്ടി തല്ലി ചതക്കാൻ വേണ്ടി ഒരാൾ, അത് മാത്രമായിരുന്നു ഞാൻ. അന്നേരമാണെങ്കിൽ ഇപ്പോഴത്തെ എന്നെയും കാട്ടി ഒരുപാട് ചെറുതായിരുന്നു ഞാൻ. 18 വയസ്സിന് തികഞ്ഞ ഒരു ശരീരമോ അല്ലെങ്കിൽ അതിൻ്റെ പക്വതൊന്നും എനിക്കില്ലായിരുന്നു. ഐ എം റിയലി ലൈക്ക് എ ബേബി. എന്നെ തല്ലി ചതക്കാൻ വേണ്ടി മാത്രം അങ്ങേരിക്ക് പറ്റി. പിന്നെയാണെങ്കിൽ ഒരുപാടായപ്പം ഞാൻ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. ശരീരത്തെ ഓരോ മുറിവും എണ്ണി കാണിച്ചു കൊടുത്തു. അങ്ങനെ വൈകാതെ തന്നെ കോടതി കയറി ഞങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടി. പക്ഷേ ഇതുവരെയായിട്ടും മറ്റേ രീതിയിൽ എന്നെ തൊട്ടിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങേരുടെ കുട്ടിയെ ക്യാരി ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ആ പ്രായത്തിലൊരു കുട്ടി എന്ന് പറഞ്ഞത് എനിക്കൊട്ടും ഉൾക്കൊള്ളാനും പറ്റില്ലായിരുന്നു. പക്ഷെ എന്ത് പറഞ്ഞാലും ആ കാര്യത്തിൽ ഞാൻ ലക്കിയ. കുട്ടി വേണ്ട എന്നല്ല, അപ്പോൾ ശരിക്കും എനിക്ക് പക്വതയില്ലായിരുന്നു. എന്തിനാ എൻ്റെ പാരൻസ് എന്നെ അങ്ങനെ ഒരു കുയിൽ ചെയ്ത് ഇട്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരൊക്കെ പഴയ രീതി ചിന്തിക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം. ഇത്ര വയസ്സായിട്ട് കൂടി എനിക്ക് നന്നായിട്ടൊന്നും എന്താ പറയാ, ഒന്നുമില്ല. താൻ പോയിക്കോ, താൻ എൻ്റെ സ്റ്റുഡൻ്റാ. അപ്പം ഞാനിങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയുന്നത് ശരിയല്ല. എൻ്റെ വാർഡനേച്ചി, ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് പുതിയ പ്രഭാതത്തിലല്ലേ ഉള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങ് മറന്നേക്ക്. ഇനിയിപ്പോൾ പുതിയൊരു നല്ല മനുഷ്യനങ്ങ് വരും. നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും മനുഷ്യന്മാരാണ്, സ്വഭാവത്തിൽ എന്തായാലും എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടാവും. ചിലർ കുടിക്കും, ചിലർ വലിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹം ഉണ്ടെങ്കിൽ കുടിയും വലിയൊന്നും നമ്മളങ്ങനെ മൈൻഡ് ചെയ്യരുത്. പിന്നെ ഈ സ്ട്രെസ്സ് തീർത്താനുള്ള ഒരാളൊന്നല്ലല്ലോ പെൺകുട്ടി എന്ന് പറയുന്നത്, അതായത് ഭാര്യ എന്ന് പറയുന്നത്. എന്തായാലും ഈ പാസ്റ്റൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെ ഇനി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എങ്കിൽ ശരി.
ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ, ഭയങ്കര ടയർഡാണ് ഈ യാത്ര ചെയ്തുകൊണ്ട്. എന്താ എന്താ ഒരു സങ്കടം? എനി പ്രോബ്ലം? പെട്ടെന്ന് അമ്മയെ ഓർത്തുപോയി. എന്നാ ശരി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എടാ, ഉണ്ടെങ്കിൽ പറഞ്ഞോ. എന്തിനാ വെറുതെ മനസ്സിൽ? പെണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ? പെണ്ണുണ്ടെങ്കിലല്ലേ പെണ്ണിനെ പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. അതൊന്നും അല്ല, ഞാൻ ജസ്റ്റ് വീട്ടുകാരെ പറ്റി ഒന്ന് ഓർത്തുപോയി, അത്രേ ഉള്ളൂ. ഈ സമയത്ത് അവൻ തനിച്ചിരിക്കട്ടെ, നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. എനിക്കുണ്ട് പ്രശ്നം, ഇവനുണ്ട്, നിനക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഓരോ ആൾക്കാരുടെ പ്രശ്നം വലുത് തന്നെയാണ്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച് പുറമേ ചിരിക്കാൻ അറിയണം. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തതെന്താണെന്നൊന്നും അറിയത്തില്ല, എന്നാലും നീ ഇങ്ങനെ വെറുതെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കണ്ട. എന്തായാലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ ദൈവം നമുക്ക് കൊണ്ടുതരും. സൊല്യൂഷനൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ആ കാര്യത്തിന് മാത്രം. ഇന്ന് ഞാനൊരു കഥ കേട്ടു. ആ കഥ കേട്ടപ്പോൾ എനിക്കെന്തോ എൻ്റെ ജീവിതം ഓർമ്മ വന്നു. ലൈക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ഒരു സ്ത്രീ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ. അതൊക്കെ പോട്ടെ, നിങ്ങളറിയോ എൻ്റെ അമ്മ ഇപ്പോൾ ജീവനോടെ ഇല്ല. എങ്ങനെ മരണപ്പെട്ടെന്നറിയോ? എൻ്റെ സ്വന്തം അച്ഛൻ കൊന്നതാ. ലൈക്ക് ഈ കുടിച്ചിട്ട് വന്ന് ചുമ്മാ തല്ലി ഞാനൊരു ദിവസം സ്പോർട്സിന് പരിപാടിക്ക് പോയി വരുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ തല്ലിക്കൊന്നു. വെറും കൈ കൊണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അത് ഒരു കഥ കേട്ടപ്പോൾ, ആ കുട്ടിയുടെ അനുഭവം കേട്ടപ്പോൾ അമ്മ അനുഭവിച്ചതുപോലെ തോന്നി എനിക്ക്. എടാ, അത് വിധിയായിരിക്കും. അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയായാലും മരിക്കേണ്ട ആൾ മരിക്കും. നീ ഇപ്പം അത് ആലോചിച്ചിരിക്കണ്ട, കഴിഞ്ഞ കാര്യമല്ലേ. എങ്ങനെയാണോ വന്നപ്പെട്ടത് അതുപോലെ ചില്ലായിട്ടിരിക്കും. ഈ പറയുന്ന എനിക്ക് അമ്മ അച്ഛൻ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല. നോക്ക്, ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്നത് യുങ്കിനെയാണ്. അതിനുശേഷം ഞാനൊന്ന് ഹാപ്പി ആയത്, ഒറ്റപ്പെടാതെ ഇരുന്നത്. അതുകൊണ്ട് അവനെ ഞാനൊരു ലൈഫ് പാർട്ട്ണർ ആക്കിയത്. അതുപോലെ ഓരോ ആൾക്കാർക്ക് ഓരോ പറയാൻ മാത്രമുള്ള കഥകളുണ്ട്. പക്ഷേ അതൊക്കെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കഥകളാണ്. എന്തൊക്കെയാണെങ്കിലും നീ അത് ഓർക്കണ്ട. നീ കിടന്നോ, വന്ന ക്ഷീണം ഉണ്ടാവും, റെസ്റ്റ് എടുക്കും, ഒന്ന് ഫ്രഷ് ആവോ. ശരി. ഓയ് വടനേച്ചി, ഇന്ന് ഞങ്ങൾക്ക് ഈവനിങ് വരെ നല്ല ക്ലാസ് ഉണ്ട് കേട്ടോ, പിന്നെ സ്പോർട്സും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നല്ല പോലെ ലേറ്റാവും. ഒറ്റക്കാവല്ലോ അല്ലേ? ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാവാനാ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഇതൊക്കെ അടച്ചു വെച്ചിട്ട് ഒരു മൂവി കാണാനോ ഫുഡ് കഴിക്കാനോ പിന്നെ ആരെങ്കിലൊക്കെ കൂടെ ഒന്ന് കറങ്ങാനൊക്കെ പോവാം. അത്രയും സമാധാനം. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഈ ഉണക്കച്ചോറും തൈരും ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ. നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഈ മന്തി, ബിരിയാണി, ഷവായി, ഷവർമ്മ, പിന്നെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് സാധനം വേണം. വയറ് നിറയുന്ന രീതിയിൽ ബിരിയാണിയൊക്കെ കിട്ടിയാൽ അത്രക്കും നല്ലത്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ജോലിക്കാരിയായിട്ട് തോന്നിയോ ഇതൊക്കെ ഓർഡർ ചെയ്യാൻ? ദേ, അടുക്കളയിൽ പോയിട്ട് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ചേച്ചിമാരോട് പോയി പറ, അങ്ങനെ വല്ലതും വേണമെങ്കിൽ. എന്നോടല്ല പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞ അവർ കേട്ടില്ലെങ്കിൽ വാടൻ ചേച്ചി പറഞ്ഞ അവർ കേട്ടാലോ? എനിക്കൊന്നും അറിയില്ല രാമനാരായണ. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ തന്നെ പോയിട്ട് എന്താ വെച്ചാൽ പറഞ്ഞോ, എന്താ വെച്ചാൽ ഫുഡ് ഓർഡർ ചെയ്തോ, എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെ ഞാനിവിടെ കഴിക്കുന്നത്, അത്രമാത്രം എനിക്കറിയാം. പിന്നെ മക്കൾ പോയിട്ട് നേരത്തെ വരാൻ നോക്ക്. നിങ്ങളുടെ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ എപ്പോഴാണോ വിടുന്നത് അത് ടൈം എനിക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഒരു 1 hour ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ ഗേറ്റ് അടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട, അത്രയും നേരത്തെ വന്നോളണം. എന്തുവാ ഇത്? ഇത്ര നേരത്തൊക്കെ വരണമെന്ന് പറഞ്ഞാൽ രാത്രി 9 മണിയൊക്കെ പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ അവിടെ അപ്പോൾ തന്നെ ഞങ്ങൾ ഇരുത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കാനാണോ? ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോകണ്ടേ? ഞാൻ എന്ത് പറയാനാ, ഞാനത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. നിങ്ങൾ കറങ്ങിട്ടൊക്കെ വന്നോ, പക്ഷേ 9 മണിനുള്ളിൽ ഇവിടെ എത്തണം. എടാ ജിമ്മി, ഇത്രയും നല്ല മനസ്സ് നമ്മുടെ വാർഡൻ ഉണ്ടായിരുന്നില്ലല്ലോടാ. മനുഷ്യനല്ലേ, നന്നായി കാണും. ഇതേ കുരിപ്പുക്കളെ, പെട്ടെന്ന് വിടുന്ന സ്ഥലം വിട്ടോ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട.
9 മണിക്ക് വരാൻ പറഞ്ഞ 8 മണിക്കൊക്കെ വന്നോടെ ഇവർക്ക്. ഇത്രയൊക്കെ നേരമായിട്ട് എന്തിനാ വരുന്നത്? ഇവരൊക്കെ ചുറ്റിക്കറങ്ങി എവിടെയെങ്കിലും പോയി തെണ്ടി തിരിയാതിരുന്നാൽ മതിയായിരുന്നു. ബാറിലൊക്കെ പോകുന്നത് തന്നെ മോശമാണ് മക്കള്. ഹലോ ഹലോ യോഞ്ചി, എവിടെയാ? കട്ടായോ? നേരത്തെ വരാൻ പറഞ്ഞ ഇവന്മാർക്ക് നേരത്തെ വരാൻ അറിയില്ലേ? ബാക്കി എല്ലാരും വന്നു, ഇവന്മാര് മാത്രം വന്നില്ല. ഏതെങ്കിലും ബാറിൽ അടിച്ചിരിക്കുമായിരിക്കും. ഈ പ്രായത്തിലൊക്കെ കുടിച്ചാൽ പിന്നെ വലുതായ ഇവന്മാരുടെ ഭാര്യമാരുടെ അവസ്ഥ ഒക്കെ എന്തായിരിക്കും? എൻ്റെ അവസ്ഥ ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ നോക്കുന്ന മക്കള് അങ്ങനെ ആവണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല. എവിടെയാണോ എന്തോ. ഇത്ര നേരം വിളിച്ചിട്ട് ഒരെണ്ണം പോലും എൻ്റെ കോൾ എടുത്തില്ല. അത്രയും വെളിവില്ലാണ്ട് കെടുക്കുമായിരിക്കും. എന്താ ചെയ്യാ? ഇവന്മാരൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നെങ്കിൽ ഭാവിയിൽ എന്തായിരിക്കും അവസ്ഥ? ചേടാ, ഇവന്മാരെന്താ ഇങ്ങനെ? ഒന്ന് മനസ്സിലായിക്കൂടെ? ഇവന്മാരൊക്കെ വന്നാൽ എനിക്ക് ഗേറ്റ് അടച്ച് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ആക്കിയിട്ട് ഇവർക്കൊന്നും തോന്നണില്ല. ഇവർക്കറിയില്ല ഞാൻ വെയിറ്റ് ആക്കുമെന്ന്. എന്താ ചെയ്യാം? ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ഗേറ്റ് അടച്ച് വെച്ചിട്ട് ഇറങ്ങും. ഇവന്മാര് നാളെ ആയിരിക്കും വരും. നമ്മുടെ ഒന്നും പണി ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അയ്യോ, ഞങ്ങളെ തള്ള ഉറങ്ങിയോ? മിസ് എണി എണി മിസ്സേ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മാഡം ചേച്ചി. എല്ലാ കുട്ടികളും ഇതിൻ്റെ ഉള്ളിൽ വന്നു. നിങ്ങൾ തെറ്റിച്ചത് ഇവിടുത്തെ റൂളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി തന്നെയാണ്. അവിടെ ആ റൂള് അത് നിങ്ങൾ അനുസരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യം തന്നെ ഇല്ല. പിന്നെ ഈ ജോലി എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമാണ്. അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പണത്തിന് ഞാനിവിടെ കിടന്നിങ്ങനെ ഇരിക്കുന്നത്. ഇത്ര ഒരു പെണ്ണിനും ഈ വാടനായിട്ട് ഇവിടെ ജസ്റ്റ് ഉറക്കമൊഴിച്ച് നിങ്ങളൊക്കെ കാവൽ നിന്ന് ഇവിടെ ഇരിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? പക്ഷെ എനിക്ക് വേറെ ജോലി കിട്ടാത്തതുകൊണ്ടാ. ഞാൻ പഠിച്ചിട്ടില്ല. എന്താ പറയണ്ടേ? എന്നിട്ടും എൻ്റെ ഉറക്കവും കളഞ്ഞ്. ബർത്ത്ഡേ ആരാ നിങ്ങളോട് പറഞ്ഞത്? എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്കറിയാം. ആരും അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജനിച്ചത് തന്നെ ഒരു കുറ്റമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ബർത്ത്ഡേയിലൊന്നുമില്ല. ഇനി ഡെത്ത് ഡേ എന്നാ നോക്കിയാൽ മതി. ചേച്ചിയും അത് ഇത്രയും സീനാവെന്ന് വിചാരിച്ചില്ല. ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഒരു സർപ്രൈസ് തരാൻ നോക്കിയതാ. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഞാൻ അറിഞ്ഞില്ല. എല്ലാവരുടെ ജീവിതം ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. ഞാനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ജോലി ചെയ്യുന്നതും എനിക്കിഷ്ടമല്ലാത്തൊരു ജോലി ഞാനിപ്പോൾ ചെയ്യുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണത്തിന് വേണ്ടി മാത്രം. വേറൊരു ജോലി എനിക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നും എനിക്കില്ല. ലൈസൻസ് എടുക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വേണ്ടത്? എന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല പാരൻസ്. അവരുടെ വയറ്റിൽ ജനിച്ച ഞാനും ഒരു ജന്മമായിട്ട് ഞാൻ കാണുന്നില്ല സ്വയം. അപ്പം എനിക്കൊരു ജന്മദിനം വേണ്ട. ഇപ്പം കാര്യമൊക്കെ പിടികിട്ടിയല്ലോ. ഇനി എല്ലാണം പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇത്ര നേരം കുറേ റിസ്ക് എടുത്തതല്ലേ, കുറേ ക്ഷീണമുണ്ടാവും. കിടന്നുറങ്ങിക്കോ. അറിയാം, ജീവിതത്തിലെ പല മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് പാസ്റ്റ് അതൊക്കെ തന്നെ നിങ്ങളിങ്ങനെ ആക്കിയെന്നറിയാം. ഞങ്ങളുടെ വിഷയം നിങ്ങൾ റിജക്റ്റ് ചെയ്തത് ഒട്ടും റെഡി ആയിട്ടില്ല.
കാരണം ഞങ്ങൾ ഒന്ന് ഫ്രഷ് പോലും ആവാതെയാണ് ഇത്രയും റിസ്ക് എടുത്ത് ഉറക്ക് വരെ ഒഴിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഒക്കെ ചെയ്തത്. കേക്ക് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യാത്തതൊക്കെ ഭയങ്കര മോശമാണ്. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളല്ലേ, ഞങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസ് അല്ലേ. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ കൂടി ഞങ്ങൾ അങ്ങനെയല്ലേ കണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ബർത്ത്ഡേ വേണ്ട. നിങ്ങൾ ചെന്ന് കിടന്നോ. എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തു പോവോ? എന്താ വേടാ, നമുക്ക് പുറത്തു പോവാം, അവർ സംസാരിക്കട്ടെ. പറയ്, എന്താണ് എനിക്ക് പറയാനുള്ളത്? ഞാൻ ചേച്ചീനെ വിളിച്ച് പറയുന്നില്ല, എനിക്കതിന് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ വെറുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഭൂമിയിൽ ഒരിക്കലും എല്ലാവരും ഹാപ്പി ആവണമെന്നില്ല, എല്ലാവരും എല്ലാം തികഞ്ഞിരിക്കുന്ന ആളാവണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊന്നും ഇല്ലെങ്കിൽ ജീവിതമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കുണ്ടും കുഴിയും നിറഞ്ഞതൊക്കെ തന്നെയാണ് ജീവിതം. അവിടെ നല്ല രീതിയിലത്തെ റോഡും കാണും. എന്നാൽ എല്ലാം വെറും താൽക്കാലികം മാത്രമാണ്. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം നമുക്ക് സന്തോഷം വേണമെങ്കിൽ അത് നമ്മൾ തന്നെ മെയ്ഡ് ചെയ്യണം, ആരും കൊണ്ടേ തരില്ല. പിന്നെ ഈ പറയുന്ന അനുഭവം ഉണ്ടല്ലോ, ലൈക്ക് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ നിങ്ങളുടെ ഈ നേരത്തെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ ഹസ്ബൻഡുമായി ഉണ്ടായ ഒരു അനുഭവം, അത് ആക്ച്വലി എൻ്റെ മദറിനുണ്ടായിരുന്നു. എൻ്റെ പപ്പ അങ്ങനെയായിരുന്നു എൻ്റെ മദറിനെ ട്രീറ്റ് ചെയ്തത്. കമ്പനിയിൽ ഉണ്ടാവുന്ന ഫുൾ സ്ട്രെസ്സും എൻ്റെ പപ്പ തീർത്തിക്കൊണ്ടിരുന്നത് എൻ്റെ മമ്മയുടെ അടുത്തായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ മമ്മിയുടെ ഗതി ഒരു പെണ്ണിന് ഉണ്ടാകരുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല, എൻ്റെ പപ്പയാവില്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചത് എന്താണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എൻ്റെ മമ്മ അനുഭവിച്ചതും വെച്ച് അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഒരിക്കലും ഞാൻ എൻ്റെ പപ്പയാവില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് ആവില്ല നിങ്ങൾക്ക്. നിങ്ങളെ നല്ലപോലെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്ന് തോന്നി. അത് നിങ്ങളുടെ ഈ കഥ കേട്ട് സഹതാപം തോന്നിയിട്ടാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കിഷ്ടമായി, പിന്നെ കൂടെ കൂട്ടിയാൽ കൊള്ളാൻ തോന്നി. ഏജൊക്കെ എത്രയെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളെ വേണം തോന്നി. അത് നിങ്ങളിപ്പം ചിലപ്പോൾ എന്നോട് പറയും ഇതൊക്കെ എൻ്റെ ഈ ഒരു പ്രായത്തിൻ്റെയാണ്. എന്ത് പ്രായം? എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് നല്ല മെച്യൂരിറ്റി എന്നെല്ലാവരും പറയും. അത് ഉള്ളതായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പപ്പയാവില്ല ഞാൻ നിനക്ക്. ഞാനിനി ആരെയും എൻ്റെ ലൈഫിൽ കൂട്ടില്ല. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ മതി, ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. അതിൽ ഞാൻ സുഖം കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കാകുമ്പോൾ എല്ലാം ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതിയല്ലോ. കൂട്ടിനാളുണ്ടാകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ആ വേദന കൂടി ഞാൻ അനുഭവിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരുപാട് അനുഭവിച്ചു. ഇനി അതിനുള്ള ശേഷി എനിക്കില്ല. എങ്ങനെ വരാനാ? അല്ലെങ്കിൽ തന്നെ ജീവിതം ഒറ്റയ്ക്ക് നോക്കാൻ തന്നെ ഇങ്ങനെ ഓരോ ജോലി ചെയ്ത് പാടുപെടാം അല്ലേ? അപ്പം എന്നെ ഇങ്ങനെ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പണക്കാരനൊന്നുമല്ല, സാധാ ഒരാൾ. അപ്പം എന്നെയും കൂടെ നിങ്ങൾ നോക്കേണ്ട അവസ്ഥ വരുമല്ലോ, അതായിരിക്കുമല്ലോ. മറന്നേക്കാം ഞാൻ പറഞ്ഞത്. പണത്തിൻ്റെ പേരിലൊന്നുമല്ല ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. എനിക്കിനി ഒരു കല്യാണം വേണ്ട, ഒരു ജീവിതം വേണ്ട. ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷേ നീ എനിക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. നിങ്ങളുടെ മനസ്സിലേറ്റ മുറിവ് എങ്ങനെ മാച്ചു കളയണമെന്ന് എനിക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും എന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ അപ്പം ഞാൻ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടും. പിന്നെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതൊക്കെ മറക്കും. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വന്നാൽ നിങ്ങളെ ഞാൻ നരകം കാണിക്കില്ല. എൻ്റെ സ്വന്തം പോലെ ഞാൻ കണ്ടോളാം, എല്ലാമായി കണ്ടോളാം. ഒരിക്കലും അവരെ പോലെ ആവില്ല. നിങ്ങളെൻ്റെ അമ്മയെ പോലെയാണ്, പക്ഷേ ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആവില്ല. എന്നാൽ ശരി, ഞാൻ പോവാം. രണ്ടാം കെട്ട് പെണ്ണിനെ എപ്പോഴും താഴ്ത്തി കെട്ടും.
പക്ഷേ അവരനുഭവിച്ച വേദന അവർക്കല്ലേ അറിയും. ഇന്നലെ വരെ നിന്നെ ഞാൻ വേറെ ആരോ ആയിട്ടായിരുന്നു കണ്ടത്. പക്ഷേ ഇപ്പോൾ നിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാനൊരു മോശക്കാരിയാവില്ലേ? എൻ്റെ കൺമുമ്പിൽ വന്നു നിന്ന് ഒരാളിങ്ങനെ പറയുമ്പോൾ എങ്ങനെ എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും? എന്നെ എല്ലാം മനസ്സിലാക്കിയല്ലേ ഒരാളെന്നെ കൈപിടിച്ച് കയറ്റുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നെയും എൻ്റെ പ്രശ്നങ്ങളെയും എല്ലാം നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റാം ഒരിക്കലും അത് നടക്കില്ല. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു കല്യാണവും ഇല്ല, ഒരാളും ഇല്ല എന്ന് വെച്ചിരുന്നത്. ഒറ്റത്തടിയായിട്ട് ജീവിക്കാന്ന് വെച്ചതാ. പക്ഷേ ഇനി മുതൽ നീയും എൻ്റെ ജീവനും ആയിരിക്കും. അപ്പം നമുക്ക് പോയി കേക്ക് മുറിക്കാം. ഇന്ന് തൊട്ട് ഇത് നിൻ്റെ പുതിയ ജന്മം. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇറ്റ്സ് യുവർ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് മുറിക്കാം. വാ.